അത്രമാത്രം ഈ കച്ചവടം വിപുലമായി വികസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹജ്ജ് കച്ചവടം അത്രമാത്രം. ഈ സാധുക്കൾ എന്റെ അമ്മായിയൊക്കെ ആകെയുള്ള പരിയും കൂടിയും വിറ്റിട്ടാ ഈ ഉംറക്ക് പോയിക്കണത്. പാപം തോന്നിയിട്ട് എനിക്ക്. എന്നിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് കൈയും മറ്റേ സംസം വെള്ളം മൂത്രമൊഴിക്കാൻ പോയി ഞാൻ. അതുകൊണ്ട് പേടില്ല, എനിക്ക് പേടില്ല. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ അങ്ങനെ ഒരു സംസമില്ലാത്തോടത്തോളം കാലം എന്നെ സംബന്ധിച്ച് പേടില്ല. എനിക്ക് പേടില്ല. അള്ളാഹുവിന്റെ കിതാബിൽ അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞ് പേടിപ്പെടുത്തിയാലും എനിക്ക് പേടില്ല. അങ്ങനെ ഒരു വാക്കന്നല്ലല്ലോ സംസം എന്ന് പറയുന്ന ഒരു വാക്കന്നെ ഖുർആനിലില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഇബ്രാഹിം നബി ആ നാട്ടിൽ വന്നിക്കണോന്ന് തന്നെ സംശയം. ഇതാണ് ഈ സാധനങ്ങൾ അവസ്ഥ. ഇതിപ്പോ ഇയാളിപ്പോ ചേകദൂരിയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. മുജാഹിദ് എന്ന് പോയതാണ്. ഇതിങ്ങനെ മൂക്കുമ്പോഴാണല്ലോ സാധനം ഇങ്ങനെ മാറുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും. അതിപ്പോ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു വഹാബി വന്നിട്ട് പറയാണ് അത് ചേകദൂരിയുള്ള വിശ്വാസമാണ്. ഇത് പിന്നെ ആരെ വിശ്വാസ? നിങ്ങളിൽ നിന്ന് പഠിച്ചതാണ് ഇതൊക്കെ. നിങ്ങളെ ശൈഖുൽ ഹദീസ് എന്ന് പറയുന്ന അബ്ദുസ്സലാം സുല്ലമി മുസ്ലിംകളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണ വിഭാഗം മുജാഹിദ് സെന്റർ അവിടുന്ന് പ്രസിദ്ധീകരിച്ചതാ. ഇതിന്റെ 107-ാമത്തെ അധ്യായം സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത. ഇതില് സംസം വെള്ളത്തെ കുറിച്ച് ഇങ്ങനെ അയാൾ പറയാണ്. ഹാജറ ബീവിക്കും ഇസ്മായിൽ നബിക്കും കുടിക്കുവാനും കുളിക്കുവാനും മലമൂത്ര വിസർജനവും മറ്റും ചെയ്താൽ ശുദ്ധിയാക്കുവാനും വേണ്ടി അള്ളാഹു അത്ഭുതകരമായി സൃഷ്ടിച്ചു കൊടുത്ത കിണറാണ് സംസം. അവിടെ മൂപ്പര് അത്ഭുതകരമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ശ്രേഷ്ഠതയായി ഒരു ഹദീസ് മാത്രമാണ് സ്വഹീഹായിട്ടുള്ളത്. അത് താഴെ വിവരിക്കാം. ഒറ്റ ഹദീസാണ് അതിൽ സഹിയായി വന്നിട്ടുള്ളത്. കേട്ടോ, അബൂദർ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: നിശ്ചയം അത് വിശപ്പിനു ഭക്ഷണമാണ്. സംസം വെള്ളം രോഗത്തിന് ഔഷധമാണെന്ന് പ്രസ്താവിക്കുന്ന ഹദീസുകളെല്ലാം തന്നെ ദുർബലമാണ്. അപ്പൊ സംസം വെള്ളം രോഗശമനത്തിന് പറ്റുന്ന മരുന്നാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. പച്ചയായി എഴുതി വെച്ചു മുജാഹിദിന്റെ നേതാക്കൾ. അതാ അണികൾ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച മഹാന്മാരായ സ്വഹാബത്ത് അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? അള്ളാന്റെ റസൂല് പറയുന്നു, വശിഫാഉ സുഖ്മിൻ, രോഗത്തിനിക്കുള്ള ഔഷധമാണ് സംസം. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇൻ ശരിബ്തഹു തസ്തശ്ഫി ബിഹി ശഫാകല്ലാഹ്. രോഗശമനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നീ സംസം വെള്ളം കുടിക്കുന്നതെങ്കിൽ അല്ലാഹു നിന്റെ രോഗം ശിഫയാക്കി തരുന്നതാണ്. ഫഇൻ ശരിബ്തഹു മുസ്തഈദൻ ബിഹി അആദകല്ലാഹ്. സംസം വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഒരാൾ പഠിച്ചോനെ ഖബർ ശിക്ഷയിൽ നിന്ന് ചിന്ന കാക്കണേന്ന് പറഞ്ഞിട്ടാ കുടിച്ചെങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു എനിക്ക് കാവല് കൊടുക്കുകയാണ്. നരക ശിക്ഷയിൽ നിന്ന് കാക്കണേന്ന് പറഞ്ഞ് കുടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അള്ളാഹു കാവല് കൊടുക്കുകയാണ്. ഇതൊരു ബറക്കത്തിന്റെ വെള്ളമാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്നഹാ മുബാറകത്തുൻ, ഇത് ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ് കേട്ടോ.